ഞാൻ ജയപ്രകാശ്. അവീൽ ഡയറീസിൻ്റെ ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻഡക്ഷൻ കുക്കറിൽ IGBT ഫെയിലാകുന്ന കാരണങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. നമ്മുടെ എല്ലാം ഇൻഡക്ഷൻ കുക്കറിൽ IGBT ധാരാളമായിട്ട് ഫെയിലാകാറുണ്ട്. ഒരു സമയത്ത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫെയിലാകുന്നതും അല്ലെങ്കിൽ കുറച്ചു നേരം വർക്കായതിനു ശേഷം ഫെയിലാകുന്നതും. ഇതിന് സംഭവിക്കാവുന്ന ന്യൂനതകൾ എന്തൊക്കെയാണ്, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് വിവരിക്കുന്ന വീഡിയോയാണ്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ IGBT പോകാനുള്ള റീസൺ നമ്മൾ കണ്ടുപിടിക്കണം. അത് എന്ത് റീസൺ കൊണ്ടാണ് ഈ IGBT ഈ സർക്യൂട്ടിൽ പോയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സർക്യൂട്ടിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിന്റെ സഹായത്തോടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന്റെ ഒരു സർക്യൂട്ട് ബ്ലോക്ക് ഡയഗ്രം. ഇതിൽ നിന്ന് നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഏതൊക്കെ ഭാഗങ്ങളിലാണ് കംപ്ലൈൻറ്റ് വരുന്നത്, അതുകൊണ്ടാണ് IGBT പോകുന്നതെന്നുള്ളത്. അത് നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രം വെച്ച് കണ്ടുപിടിക്കണം. സിമ്പിളായ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് ഇത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. ഈ കോയിലും ഈ കോയിലിനോടനുബന്ധിച്ച് ഒരു കപ്പാസിറ്ററും. ഇതിനെ റെസോണൻറ്റ് ടാങ്ക് എന്നറിയപ്പെടും, അല്ലെ LC ടാങ്ക് എന്നും അറിയപ്പെടും. ഇത് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് വിവരിച്ചു തരാം. ഇത് ഒരു LC സർക്യൂട്ടാണ്. ഇതൊരു കപ്പാസിറ്റർ C, ഇതൊരു ഇൻഡക്ടർ L, ഇതൊരു പുഷ് ബട്ടൺ സ്വിച്ച്, ഇതൊരു ചാർജ്, ഒരു സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാറ്ററി വെച്ചിരിക്കുന്നു. ഈ ഒരു സർക്യൂട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് റെസോണൻറ്റ് ടാങ്കിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഇവിടെ തരുന്നത്. ഈ LC സർക്യൂട്ടിൻ്റെ പ്രവർത്തനം ഒരു ഊഞ്ഞാലാടുന്നത് പോലാണ്. ഇതിൽ കപ്പാസിറ്ററും ഇൻഡക്ടറും തമ്മിൽ നിരന്തരം ഊർജം കൈമാറുന്നു. ഈ കപ്പാസിറ്ററും ഈ ഇൻഡക്ടറും തമ്മിൽ നിരന്തര ഊർജം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന വേഗത അനുസരിച്ചാണ് റെസോണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തനം വിവരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാറ്ററി ഉപയോഗിച്ച് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കപ്പാസിറ്റർ ഇവിടുന്ന് വോൾട്ടേജ് വന്ന് ഈ കപ്പാസിറ്റർ ചാർജ് ആകുന്നു. ഇപ്പോൾ ഊർജം മുഴുവനും ഈ കപ്പാസിറ്ററിൽ ഒരു ഇലക്ട്രിക് ഫീൽഡായി ചാർജ് ഇരിക്കുന്നു. അതായത് ഇവിടെ നിന്ന് വന്നേക്കുന്ന ചാർജ് മൊത്തം ഈ കപ്പാസിറ്ററിൽ ഒരു ഇലക്ട്രിക് ഫീൽഡായിരിക്കുന്നു. ഈ സ്വിച്ച് ഓഫായി കഴിയുമ്പോഴത്തേക്ക് കപ്പാസിറ്ററിൽ ഇൻഡക്ടറുമായി ഈ കണക്ഷൻ ഉള്ളതുകൊണ്ട് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുകയും ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുകയും കറണ്ട് ഇൻഡക്ടറിലൂടെ ഒഴുകുകയും ചെയ്യുന്നു. ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകുന്ന ഈ കറണ്ട് വന്ന് ഈ ഇൻഡക്ടറിലൂടെ ഒഴുകുകയാണ്. ഈ സമയം ഇൻഡക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്നു. കപ്പാസിറ്റർ പൂർണ്ണമായും കാലിയാകുമ്പോൾ, അതായത് 0 വോൾട്ട് ആകുമ്പോൾ ഊർജം മുഴുവൻ ഇൻഡക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഫുള്ളായി കഴിയുമ്പോൾ, അതായത് തകരാറാകുമ്പോൾ തുടങ്ങുമ്പോൾ അത് കറണ്ടിനെ വീണ്ടും മുന്നോട്ട് തള്ളുന്നു. കറണ്ടിനെ മുന്നോട്ട് തള്ളുമ്പോൾ പഴയതിന് വിപരീതമായി റിവേഴ്സ് പൊളാരിറ്റിയിൽ ഈ കപ്പാസിറ്റർ ചാർജ് ആവുന്നു. വീണ്ടും തിരിച്ച് ഇത് ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവുകയും ഇൻഡക്ടർ ചാർജ് ആവുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഓസിലേഷൻ ഉണ്ടാകുന്നത്. ലളിതമായി പറഞ്ഞാൽ കപ്പാസിറ്ററിലെ വോൾട്ടേജ് ഇൻഡക്ടറിലെ കറണ്ടായി മാറുകയും പിന്നീട് ആ കറണ്ട് വീണ്ടും വോൾട്ടേജായി മാറുകയും ചെയ്യുന്നു. ഒരു പ്രക്രിയയാണിത്. ഇത് ഒരു പെൻഡുലം അല്ലെങ്കിൽ ഒരു ഊഞ്ഞാലാടുന്നത് പോലെ തുടർച്ചയായി അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ LC സർക്യൂട്ടാണ് നമ്മുടെ റേഡിയോയിലെല്ലാം സ്റ്റേഷനുകൾ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, കറക്റ്റ് ഫ്രീക്വൻസിയിലെടുക്കാൻ. ഇതേ സർക്യൂട്ട് തന്നെയാണ് നമ്മളുടെ ഇൻഡക്ഷൻ കുക്കറിലും റെസോണൻറ്റ് ടാങ്കായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയില്ല. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിവരിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ മെയിൻ വിഷയം IGBT എങ്ങനെയാണ് പെട്ടെന്ന് അടിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഒരു IGBT ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും IGBT പോകുന്നതിൻ്റെ റീസൺ കണ്ടുപിടിക്കാനുള്ള കാരണങ്ങളിലേക്കാണ് ഞാൻ ഈ വരുന്നത്.
ഇത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രമാണ്. ഈ ഡയഗ്രം വഴി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് IGBT പോകാം എന്ന് ഞാൻ വിവരിച്ചു തരികയാണ്. ഇത് ഇപ്പോൾ നമ്മൾ AC ലൈൻ ഇവിടെ കൊടുക്കുന്നു. AC ലൈൻ 220 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രിഡ്ജ് റെക്ടിഫയർ വഴി ഇവിടെ DC ആയി കൺവേർട്ട് ചെയ്യുന്നു. ഈ DCയിൽ നിന്നും ഇവിടെ ഒരു ഫിൽറ്റർ കോയിൽ ഇടുന്നു. ഈ കോയിലാണ് ഈ ഫിൽറ്റർ കോയിലായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഫിൽറ്റർ കോയിൽ വഴി നേരെ പോസിറ്റീവ് കയറി ഇവിടെ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്തേക്കുന്നു. ഈ കപ്പാസിറ്റർ 5 UF-ൻ്റെ 400 വോൾട്ടിൻ്റെ ഈ കപ്പാസിറ്റർ ഫിൽറ്ററിനായിട്ട് യൂസ് ചെയ്തേക്കുന്നു. അവിടെ നിന്ന് ഒരു റെസിസ്റ്റർ ഇട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവാണ് ഇവിടെ ഒരു റെസിസ്റ്റർ ഇട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇത് റെസിസ്റ്റർ അല്ല, നമ്മൾ പലപ്പോഴും സർക്യൂട്ടിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് കമ്പികൾ, ചെറിയ കമ്പികൾ പോലെ ഇങ്ങനെ സർക്യൂട്ടിൽ ഇട്ടേക്കുന്നത് കാണാം. ഇവിടുത്തെ 0.01 ഓമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പി കഷ്ണങ്ങളാണ്. ചിലതിൽ 1 കാണും, ചിലതിൽ 2 കാണും, ചിലതിൽ 3 കാണും. അത് ഇട്ട് ഗ്രൗണ്ട് ചെയ്യും. ഡയറക്റ്റ് ഗ്രൗണ്ട് ചെയ്തിട്ടില്ല മൈനസ്, ആ 0.01 കമ്പി കഷ്ണം റെസിസ്റ്റർ ഇട്ട് ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് ഈ വോൾട്ടേജ്, പോസിറ്റീവ് വോൾട്ടേജ് നേരെ വരുന്നത് നമ്മുടെ കോയിലിലേക്കാണ്. ഇത് കോയിൽ സീരിയലായിട്ട് കോയിലിൻ്റെ ഒരു ലൈൻ വഴി കയറി നേരെ അടുത്ത ലൈൻ വഴി ഇറങ്ങി അത് നേരെ IGBTയിലേക്ക് പോകുന്നു. ഇവിടെ ഇതിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്തിരിക്കുന്നു. അത് ഈ കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്റർ ഇങ്ങനെ ഇതിന് പാരലായിട്ട് നമുക്ക് സർക്യൂട്ടിൽ കാണാം. ഇത് 0.33 UF-ൻ്റെ കപ്പാസിറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഇതാണ് റെസൊണന്റ് ടാങ്ക്. ഞാൻ കുറച്ചു മുമ്പ് വിവരിച്ചല്ലോ, ഇതാണ് റെസൊണന്റ് ടാങ്ക് അല്ലെ LC സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് നേരെ IGBTയുടെ കളക്ടറിൽ വന്ന് നിൽക്കും. ഇവിടെ ഗേറ്റിൽ നമുക്ക് ഒരു പൾസ് വന്നെങ്കിൽ മാത്രം ഈ കളക്ടർ എമിറ്ററോട് ഷോർട്ടായി ആ കറണ്ട് ഗ്രൗണ്ടായി പോകും. ആ സമയത്താണ് നമുക്കിവിടെ മൈൻഡ് ഫീൽഡ് ഉണ്ടാകുകയും ഈ മൈൻഡ് ഫീൽഡിൽ നിന്ന് നമ്മുടെ മേലെ വെച്ചിരിക്കുന്ന അയൺ പാത്രം അതിൽ എഡ്ഡീഫ് കറണ്ട് വന്ന് അത് ചൂടാവുകയും ചെയ്യുന്നു. ഈ ഡ്രൈവർ സർക്യൂട്ടിൽ നിന്ന് ഈ ഗേറ്റിൽ ഒരു വോൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ കളക്ടർ എമിറ്റർ ഷോർട്ടായി ഈ വോൾട്ടേജ് ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ ഒരു പൾസ് വന്ന് ഇവിടെ ഒരു മൈൻഡ് ഫീൽഡ് ഉണ്ടാകും. ഒരു പൾസ് വന്ന് ഇവിടെ ഈ ഫങ്ഷൻ വർക്കായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങും. ഏത് പാത്രമാണ് വെച്ചിരിക്കുന്നത്, എത്ര വലിയ പാത്രമാണ് വെച്ചിരിക്കുന്നത്, ഈ സർക്യൂട്ട് മൊത്തം എത്ര കറണ്ട് ഉപയോഗിക്കുന്നു എന്നെല്ലാം ഈ കൺട്രോൾ MCU മെയിൻ കൺട്രോൾ യൂണിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ കൺട്രോൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെല്ലാം ഓരോ സെൻസർ സർക്യൂട്ടുകളുണ്ട്. ആ സർക്യൂട്ടുകളാണ് അടുത്ത് വിവരിക്കുന്നത്. നോക്കൂ, ഇതാണ് ആ റെസിസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സർക്യൂട്ടിൽ ചിലതിൽ ഒരു കമ്പി കാണും, ചിലതിൽ ഇതിനോട് അടുത്ത് തന്നെ ഒരു ചെറിയ കമ്പിയുണ്ട്, ചിലതിൽ 2-3 കമ്പികൾ കാണും. ഇത് 0.01 റെസിസ്റ്റർ ആണ്. 0.01 റെസിസ്റ്റർ ഉണ്ട് ഈ കമ്പിയുടെ വാല്യൂ. ഇങ്ങനെ നെഗറ്റീവ് നേരിട്ട് ഗ്രൗണ്ട് ചെയ്യാതെ ഈ 0.01 റെസിസ്റ്റർ ഇട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ഈ 0.01 ഓം ഇട്ട് ഗ്രൗണ്ട് ചെയ്യുന്ന ഈ എർത്ത് റെഫറൻസ് വന്നിട്ട് ഈ MCU എടുക്കും. ഇവിടെ ഈ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നതും ഈ മേലെയുള്ള ഈ 2 സൈഡും തമ്മിലുള്ള റെഫറൻസ് ഈ MCU എടുക്കും. ഇവിടെ എത്ര കറണ്ട് ഈ സർക്യൂട്ടിന് ചിലവായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എത്ര സപ്ലൈ കൊടുത്തു, എത്ര കറണ്ട് എടുത്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ റെഫറൻസാണ് ഈ MCU എടുക്കുന്നത്. ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ലൈനിൽ ഇവിടെ 0.01 റെസിസ്റ്റർ ഗ്രൗണ്ട് ചെയ്തല്ലോ. ഇവിടെ നിന്നും വരുന്ന ഈ വ്യത്യാസം മനസ്സിലാക്കിയിട്ടാണ് MCU എത്ര കറണ്ട് എടുത്തു എന്നുള്ളത് സെൻസ് ചെയ്യുന്നത്. ഈ സെൻസ് ചെയ്യുന്ന കണക്ഷൻ എടുക്കുന്നത് നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രിസെറ്റ് മുഖാന്തരമാണ് MCUയിലേക്ക് കണക്ട് ചെയ്യുന്നത്. നമ്മൾ സർക്യൂട്ടിൽ കണ്ടിട്ടില്ലേ ഒരു 501 ഓം എന്നെഴുതിയ ഒരു പ്രിസെറ്റ്, ആ പ്രിസെറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്.
ഈ 501 ഓം റെസിസ്റ്റർ മുഖാന്തരമാണ് 500 ഓം 501 നമ്പർ ഇട്ടേക്കുന്നു. 500 ഓം റെസിസ്റ്റർ മുഖാന്തരമാണ്, വേരിയബിൾ റെസിസ്റ്റർ മുഖാന്തരമാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഈ വീഡിയോ കുറച്ച് ദൈർഘ്യമുള്ളത് കൊണ്ട് ഇവിടെ ഈ വീഡിയോ ചുരുക്കുകയാണ്. ബാലൻസ് അടുത്ത വീഡിയോയിലിടാം. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അവിയൽ ഡയറീസിന് വേണ്ടി ജയപ്രകാശ്.